ശ്രീ രാഹുൽ ഈശ്വർ, ഈ സംഭവിച്ച തെറ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് നമുക്ക് സാമാന്യ യുക്തിയാൽ കാണാവുന്നത് ഇതൊക്കെ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റെയിൽവേ ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ എത്രയാണ് വയസ്സ് എന്നുള്ളത് നമ്മളാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ ടി ട്രെയിനിൽ കയറുന്നതിന് ശേഷമേ നമ്മുടെ ഐഡന്റിറ്റി കാർഡുമായി ഒത്തുനോക്കാറുള്ളൂ. റെയിൽവേയുടെ രേഖയിൽ നമ്മുടെ വയസ്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞതുമാതിരി ഇവിടെ വെർച്വൽ ക്യൂ സമ്പ്രദായത്തിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. സർക്കാർ അത് പ്രിന്റ് എടുത്തുകൊണ്ട് പോയി കോടതിയിൽ കൊടുത്തു. ഇതിലൊരു വലിയ ഗൂഢാലോചന ഒന്നുമില്ലല്ലോ, അബദ്ധം പറ്റി സാമാന്യമായി അങ്ങനെ പറഞ്ഞാൽ പോരെ? ശ്രീ അഭിലാഷ് എന്നോടാണോ ചോദ്യം? അതെ 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 അതെ. ശ്രീ അഭിലാഷ്, ഇതാണ് സർക്കാർ കൊടുത്ത യുവതികളിൽ ഒന്ന്. 21ാമത്തെ പേരുകാരൻ പരംജ്യോതി. സർക്കാർ കള്ളം പറഞ്ഞു, സുപ്രീം കോടതിയിൽ വ്യാജരേഖ നൽകി എന്നുള്ളതാണ് സത്യം. ശ്രീ റഹീമിനെ പോലെ നല്ല മനസ്സുള്ളവരോ അല്ലെങ്കിൽ പത്മകുമാർ സാറിനെ പോലെ നല്ല ഭക്തന്മാർക്കോ അവർ പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് ആ കള്ളത്തിനൊപ്പം നിൽക്കേണ്ടി വരുന്നു എന്ന ഗതികേട് മാത്രമാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സുപ്രീം കോടതിയിൽ സർക്കാർ കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഈശ്വരവിശ്വാസം വിടാം, പുരോഗമനവാദം വിടാം, സാംസ്കാരികവാദം വിടാം, ഇത്ര പച്ച കള്ളം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഇപ്പം പല മാധ്യമങ്ങളും 10ഓ 15ഓ പേരെയെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ആൾക്കാരെ എല്ലാം വിളിച്ച് ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ 55ഓ 56ഓ വയസ്സായി, 53 വയസ്സായി, ഞങ്ങൾ 16 ആണുങ്ങളാണ് വന്നത്, ഇതിന്റെ കൂടെ യുവതിയേ ഇല്ല. പരംജ്യോതി എന്ന് പറയുന്ന ആണിന്റെ ഫോട്ടോ എടുത്ത് ആണിന്റെ നമ്പറും കാര്യങ്ങളുമാണ് യുവതി കയറി ഇത് പറഞ്ഞ് കൊടുക്കുന്നത്. എന്തൊരു കള്ളത്തരമാണ്. ശ്രീലങ്കൻ യുവതി, സത്യസന്ധമായി പറയട്ടെ, ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ അവർ കള്ളം പറഞ്ഞപ്പോൾ ഞാൻ അടക്കമുള്ള ഒരു ഉള്ളിന്റെ ഉള്ളിൽ ധരിച്ചിരുന്നത് അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി, പക്ഷേ നമ്മൾ പരമാവധി ഇത് ചൂണ്ടിക്കാട്ടണമെന്നാണ്. ഇപ്പോൾ സംഘടിതമായി ഒരു ഗവൺമെന്റ് കള്ളം പറയുന്നു. ഇതാണ് ഫാസിസത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾ, ഇതാണ് സ്റ്റാലിനിസത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾ. പോലീസ് സുപ്രീം കോടതിയിൽ വ്യാജരേഖ കൊടുത്തു, കള്ളം പറഞ്ഞു എന്ന അത്യന്തം ഗൗരവകരമായ കാര്യമാണ്. ശ്രീ കടമ്പള്ളി സുരേന്ദ്രൻ ഇപ്പം നിലപാട് മയപ്പെടുത്തി പറഞ്ഞു കേട്ടില്ലേ, താഴേന്ന് മേളിലോട്ട് പോയി അവർ ദർശനം നടത്തിയോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ അവരെങ്ങോട്ട് പോകാനാണ്? അപ്പോ കള്ളം സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്ന ക്ഷമിക്കാനാവാത്ത തെറ്റാണ്, അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം ക്ഷമിക്കാനാവാത്ത തെറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കേരള ഗവൺമെന്റ് മിസ്ലീഡിംഗ് ആയ ലൈസ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു, അത് പച്ചയ്ക്ക് പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സാക്ഷാൽ ദൈവം ഇവർക്ക് കൊടുത്ത പണിയാണ്. അതായത് അതിബുദ്ധിക്കാരനായ ഏതോ ഒരു അഡ്വക്കേറ്റ് ഇതെല്ലാം നോർമലൈസ്ഡ് ആയി എന്ന് തെളിയിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ഈ 81 പേരുടെ പേര് കൊടുത്തതാണ്. ഞങ്ങൾ ഓൾറെഡി നമ്മുടെ ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ ഒരു സാമാന്യ യുക്തി വെച്ച് ഒന്ന് ആലോചിക്കൂ. ഇപ്പോ രാഹുൽ ഈശ്വർ പറയുന്നത് മാതിരി കോടതിയെയും സമൂഹത്തെയും ഒക്കെ മിസ്ലീഡ് ചെയ്യാൻ കോടതിയിൽ 51 പേരുടെ പട്ടിക കൊടുക്കണമെങ്കിൽ ഈ 51 പേരുടെ പേര് കൊടുത്താൽ പോരെ? പിന്നെ നമ്മൾ ഇത് പേര് നോക്കി കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ഇവരുടെ മൊബൈൽ നമ്പറും ആധാറിന്റെയും വോട്ടേഴ്സ് ഐഡിയുടെയും നമ്പറും അടക്കം പ്രസിദ്ധീകരിച്ചു നൽകുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? ഇത് ഉത്തമ വിശ്വാസത്തിൽ കൊടുത്തതാണ്. പോലീസിന്റെ കയ്യിലുള്ള രേഖ അനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്ത രേഖകളാണ്. അതനുസരിച്ച് ഇവർക്ക് 50 വയസ്സിൽ താഴെയാണ് പ്രായം, ഇവർ ദർശനം നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചില്ലേ പരംജ്യോതി, അയാൾ വെർച്വൽ ക്യൂവിൽ എൻ്റർ ചെയ്തപ്പോൾ എമ്മിന് പകരം എഫ് എന്നാണ് രജിസ്റ്റർ ചെയ്തത്, ഫീമെയിൽ എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ മെഷീന് അതല്ലാതെ തിരിച്ചറിയാൻ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാളും ഫീമെയിൽ കാറ്റഗറിയിൽ വന്നു. ഇതിനെയൊക്കെ നമ്മൾ ആ നിലയ്ക്കും കാണാമല്ലോ. സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന ഒരു രേഖയാണോ ഇത്ര അവധാനതയില്ലാതെ കൊടുക്കുന്നത്? അതേപോലെ രാജ്യം കത്തിയൊരു വിഷയം, സെൻസിറ്റീവായ വിഷയം, ഇന്ത്യയിലെ എല്ലാവരും നിലപാട് വ്യക്തമാക്കിയ ഒരു വിഷയത്തിലാണോ ഇത്ര ശ്രദ്ധയില്ലാതെ സർക്കാർ കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ആ ശ്രീലങ്കൻ യുവതിയുടെ കാര്യം പോലെ തന്നെ, ശ്രീലങ്കൻ യുവതി വെറുതെ കയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷേ പോലീസ് അതിബുദ്ധി കാണിച്ച് ശ്രീലങ്കൻ യുവതി കയറിയെന്ന് താഴെ എന്നുള്ള ചിത്രവും മേളി CCTV വിഷ്വൽസ് വിട്ടു. ദൈവമായിട്ട് പണി കൊടുക്കുന്നതാ. ഈ കള്ളത്തരം ചെയ്യുമ്പോൾ എല്ലാ കള്ളത്തരത്തിലും നമ്മൾ അറിയാതെ ഒരു ഫ്ലോ വെച്ചിരിക്കും എന്ന് പോലീസുകാർ പറയുന്നത് പോലെ ദൈവവും കാലവും കാലത്തിന്റെ സത്യനീതിയും കാവ്യനീതിയും വെച്ച് പണി കൊടുക്കുന്നതാണ്. ആ രീതിയിൽ കള്ളത്തരം പറഞ്ഞ് CCTV ദൃശ്യങ്ങൾ കൊടുത്തപ്പോ ഇരുമുടിക്കെട്ടിന്റെ നിറം നോക്കാൻ മറന്നുപോയി. ദൂരെ നിന്നൊരു യുവതിയെ കണ്ട ആൾക്കാർ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചു. കറക്റ്റായിട്ട് ആ ഇരുമുടിക്കെട്ടിന്റെ നിറം ഒന്ന് കറുപ്പും ചുവപ്പുമായിരുന്നു, ഒന്ന് മഞ്ഞയായി മാറിയത് പച്ചയ്ക്ക് പിടിക്കപ്പെട്ടു. ഇന്ന് 51 പേർ അതിവിശ്വാസം കാണിക്കാൻ സുപ്രീം കോടതിയിൽ പൊതുരേഖയായപ്പോ കൂടുതൽ വിശ്വാസ്യത എന്ന് പറഞ്ഞ ആധാർ കാർഡും മൊബൈൽ നമ്പറും കൊടുത്തതാ. അത് വെളിയിലായി, ആൾക്കാർ ക്രോസ് ചെക്ക് ചെയ്തു. ഈ മാധ്യമങ്ങൾക്കെല്ലാം ഇത് ക്രോസ് ചെക്ക് ചെയ്യാമല്ലോ. സുപ്രീം കോടതി വിളിക്കുന്നതിന് അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു പേരുകാരിയെങ്കിലും വിളിച്ചു നോക്കണ്ടേ? രണ്ടാമത്തെ ആളെ വിളിക്കണ്ട, ആദ്യത്തെ ഒരു പേരുകാരിയെ വിളിച്ച് ഇത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഗവൺമെന്റ് ഇല്ലേ? ഇതല്ലേ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ്. ശരി, അത് സർക്കാർ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു.